2024 ജൂലൈ 11 കേരളത്തെ സംബന്ധിച്ച് ചരിത്ര നിമിഷം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യമായി കണ്ടെയ്നർ ഷിപ്പ് നങ്കൂരമിട്ട ദിവസം. നിലവിൽ വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിച്ചിരിക്കുന്നത് കടലിലൂടെയുള്ള ചരക്ക് മാർഗം നടത്തുന്നതിനുള്ള ലൈസൻസ് ആണ്. അതായത് കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്ന് നങ്കൂരമിട്ട് അതിൽ നിന്നും ചരക്കുകൾ ചെറു കപ്പലിലൂടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഈ ലൈസൻസിലൂടെ വ്യക്തമാക്കുന്നത്. ഇതിനായി അദാനി ഗ്രൂപ്പ് അന്താരാഷ്ട്ര കമ്പനികളുമായിട്ടാണ് കരാർ ഉറപ്പിച്ചിരിക്കുന്നത്. ഇതിനായുള്ള നീക്കം 9 മാസം മുമ്പ് തന്നെ അദാനി തുടങ്ങിയിരുന്നു. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിലൂടെ വൻ തൊഴിൽ സാധ്യതയാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ചരക്കുകളെ നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് എത്തിക്കുക എന്നതാണ് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ്. ചരക്കുകൾ കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് എത്തിക്കുക എന്നത് ഒരു തുറമുഖത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനാലാണ് അദാനി അന്താരാഷ്ട്ര കമ്പനികളുമായി കരാറിലേക്ക് ഏർപ്പെടാൻ കാരണം. സ്വിറ്റ്സർലൻഡിലെ ജനീവ ആസ്ഥാനമായുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായും ഫ്രാൻസ് ആസ്ഥാനമായുള്ള ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് കമ്പനിയായ CMA CGMയുമായാണ് അദാനി കൈകോർക്കുന്നത്. കൊളംബോയിലെ അന്താരാഷ്ട്ര തുറമുഖത്തിന് സമാനമായ ഒരു കേന്ദ്രമാണ് വിഴിഞ്ഞവും. അതുകൊണ്ടാണ് അദാനി അന്താരാഷ്ട്ര കമ്പനികളുമായി കൈകോർക്കാൻ തീരുമാനിച്ചത്. മെസ്കിന് പിന്നാലെ MSCയുടെ കപ്പൽ കൂടി എത്തുന്നതോടെ ഔദ്യോഗികമായി വാണിജ്യാടിസ്ഥാനത്തിൽ വിഴിഞ്ഞം പ്രവർത്തനം ആരംഭിക്കും. അതിനു മുമ്പ് തന്നെ വിഴിഞ്ഞം തുറമുഖം ആഗോള ശ്രദ്ധ നേടി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. MSCയുടെ കൂറ്റൻ മദർഷിപ്പാണ് വിഴിഞ്ഞത്ത് വരാൻ പോകുന്നത്. ഇതിൽ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകൾ ചെറു കപ്പലുകൾ വഴി മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ട്രാൻസ്ഷിപ്മെന്റ് ആണ് വിഴിഞ്ഞത്ത് നടക്കുക. അദാനിയുടെ നടത്തിപ്പ് അവകാശമുള്ള ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് MSCയുമായി തുല്യ പങ്കാളിത്തമുണ്ട്. അദാനി ഏറ്റവും കൂടുതൽ ലാഭകരമായി നടത്തിവരുന്ന തുറമുഖമാണ് മുന്ദ്ര. ഫ്രഞ്ച് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് കമ്പനിയായ CMA CGMയുമായുള്ള സഹകരണമാണ് മുന്ദ്രയിൽ അദാനിക്ക് കൂടുതൽ ലാഭകരമാകാൻ കാരണമായത്. ഇന്ത്യയിലെ തന്നെ തിരക്കേറിയ കണ്ടെയ്നറുകൾ വന്നിറങ്ങുന്ന തുറമുഖവും മുന്ദ്രയാണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തിരുവനന്തപുരത്ത് നിന്നാകും നടക്കുക. ഇതുകൂടി മനസ്സിലാക്കിയാണ് അദാനി അന്താരാഷ്ട്ര കമ്പനികളെ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരുന്നതും. തീർച്ചയായും അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ്. സ്വാഭാവികമായിട്ട് അത്തരം കമ്പനികൾ ഇവിടേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ നീക്കവും. ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങളായ കൊളംബോ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ അനുഭവപ്പെടുന്ന തിരക്കാണ് പ്രമുഖ കപ്പൽ കമ്പനികളെ പെട്ടെന്ന് തന്നെ വിഴിഞ്ഞത്തേക്ക് ആകർഷിക്കുന്നത്. നിലവിൽ 4-5 ദിവസം കടന്നാണ് ഈ 2 തുറമുഖങ്ങളിലും ചരക്കിറക്കാൻ കപ്പലുകൾക്ക് സാധിക്കുന്നത്. ഇതും കപ്പൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വൻ ബാധ്യത വരുത്തുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം വിഴിഞ്ഞത്ത് സംജാതമാകുന്നതോടെ ഒട്ടും വൈകാതെ തന്നെ അതിന്റെ സാധ്യതകൾ മുതലെടുക്കാൻ കപ്പൽ കമ്പനികൾ ശ്രമിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ നൽകുന്ന സൂചനകൾ. തീർച്ചയായും 2024 ഡിസംബറോടെ വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും കമ്മീഷൻ ചെയ്യാനാകുമെന്നാണ് അദാനി പറയുന്നത്. വിഴിഞ്ഞത്തിന്റെ ആദ്യഘട്ടം 1 മീറ്റർ ടു കപ്പാസിറ്റിക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തതാണ്. 800 മീറ്റർ കടൽ ഭിത്തിയും 130 ഏക്കർ കണ്ടെയ്നർ യാർഡ് സ്ഥലവുമാണുള്ളത്. 2 ഘട്ടങ്ങളുള്ള പ്രോജക്റ്റിനായി $1 ബില്യൺ പ്ലാനിൽ $500 മില്യൺ പൊതു സ്വകാര്യ നിക്ഷേപമാണ് അദാനി ലക്ഷ്യമിടുന്നത്. പ്രമുഖ അന്താരാഷ്ട്ര ജലപാതകളിലേക്കുള്ള പ്രവേശനത്തിനായി തന്ത്രപ്രധാനമായാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാക്കി മാറ്റാൻ ഇത് സഹായിക്കുമെന്നതിൽ തർക്കമില്ല. ഇന്ത്യൻ കണ്ടെയ്നറൈസ്ഡ് ചരക്കുകളുടെ വലിയൊരു ഭാഗം വിദേശ ഹബ് പോർട്ടുകളുടെ വഴിയാണ് നടക്കുന്നത്. മതിയായ നേരിട്ടുള്ള കണക്ഷനുകളുടെ അഭാവത്തിൽ അതിന്റെ കയറ്റുമതി ഇറക്കുമതി വ്യാപാരം ചെലവേറിയതായിരിക്കുന്നു. ഇത് ഇന്ത്യൻ ചരക്കുകളുടെ വില മത്സരക്ഷമതയെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ്. എന്നാൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ ഇവയ്ക്കെല്ലാം പരിഹാരമാകും. ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ് എന്ന നിലയിൽ വിഴിഞ്ഞത്തിന്റെ സാധ്യതകളിൽ ഭൂരിഭാഗവും അദാനിയുടെ വിപണന തന്ത്രങ്ങളെയും നെറ്റ്വർക്ക് ശക്തികളെയും ആശ്രയിച്ചിരിക്കും.